ദൈവമുണ്ടോ? ഇല്ലേ? ദൈവം ഉണ്ടോ ഇല്ലയോ? ശിഷ്യൻ ചോദ്യം ചെയ്തു. ശേഷം ഗുരുമുഖത്തേക്ക് സവിനയം തുറിച്ചു നോക്കി. ഏതോ ഗഹനമായ ചിന്തയിലേക്ക് കാലെടുത്തു വച്ച ഗുരു ചോദ്യം കേട്ട ഉടനെ ആ കാൽ പിൻവലിച്ചു. എനിക്കറിയില്ല, ഗുരു പറഞ്ഞു. ആദ്യമായി ഗുരുവിനെ തറപറ്റിച്ച സന്തോഷം പുറത്തു കാണിക്കാതെ ശിഷ്യൻ ചോദിച്ചു, കാരണം? കാരണം ഇപ്പൊ മണി 12. ദൈവം ചിലപ്പോ ഉണ്ട് കാണും, ഇല്ലെങ്കിൽ ഉണ്ട് കാണില്ല. ശിഷ്യൻ ചൂടായി. ഗുരു, അനവസരത്തിൽ വിവരക്കേട് പറയുന്നതല്ല തമാശ. ആട്ടെ, നിനക്കെന്തു തോന്നുന്നു? എണീറ്റ് വീട്ടിൽ പോവാൻ? അതല്ല, ദൈവം ഉണ്ടോ ഇല്ലയോ? ഉണ്ടില്ല. എന്നുവച്ചാൽ ചിലപ്പോ തോന്നും ദൈവം ഇല്ലെന്ന്. എന്നെ ഇവിടെ കൊണ്ട് ചാടിച്ചില്ലേ അങ്ങയുടെ അടുത്ത്? അപ്പൊ തോന്നി ദൈവം ഇല്ലെന്ന്. അടുത്ത മാസം അങ്ങ് ലോക പര്യടനത്തിന് പോവുകയാണല്ലോ, ഞാൻ ഫ്രീ ആയല്ലോ. അപ്പൊ തോന്നും ദൈവം ഉണ്ടെന്ന്. പറഞ്ഞത് ചളുവാണെങ്കിലും അതിലൊരു വലിയ സത്യമുണ്ടേ. ദൈവവിശ്വാസം ആപേക്ഷികമാണ്. ചിലപ്പോ ഉണ്ടെന്നും ചിലപ്പോ ഇല്ലെന്നും തോന്നും. അതാ ആ 2 കട്ടുറുമ്പുകളെ കണ്ടോ? അവിടെ കിടന്ന ഒരു വലിയ വരിക്കച്ചക്കയുടെ മുകളിലിരുന്ന 2 ഉറുമ്പുകളെ ചൂണ്ടി ഗുരു ചോദിച്ചു. കണ്ടു. അതിനെ ഓടിക്കണോ? വേണ്ട, പാവങ്ങൾ. അവ തമ്മിൽ തർക്കിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇല്ല. എന്താ? ഒരു ഉറുമ്പ് പറയുന്നു ആ ചക്ക ഒരു ആപ്പിളാണെന്ന്. മറ്റേ ഉറുമ്പ് പറയുന്നു അല്ല, ഓറഞ്ചാണെന്ന്. നമുക്കറിയാം അത് രണ്ടുമല്ല, ഒരു ചക്കയാണെന്ന്. ഗുരു, അങ്ങേക്ക് ഈ ഉറുമ്പ് ഭാഷയോ അറിയാവോ? അറിയാം. ഗുരു താടി തടവി. പണ്ട് എന്നുവെച്ചാൽ ഒരു 4-5 വയസ്സുള്ളപ്പോ എന്നെ ഒരു തരം പ്രത്യേക ഉറുമ്പ് കടിച്ചു. അതിനുശേഷം എനിക്ക് ആ ഭാഷ മനസ്സിലാവും. പുളു പുളു. വിവരദോഷി. ഒരു മഹാനെ ആൾക്കാർ അംഗീകരിക്കുന്ന അയാളുടെ മരണശേഷം മാത്രമെന്ന് കേട്ടിട്ടില്ലേ? ഓ പിന്നെ, മഹാൻ. ശിഷ്യൻ ഉള്ളിൽ പറഞ്ഞു. പറഞ്ഞു വന്നത്, നീ ടെറസിൽ കിടന്നിട്ടുണ്ടോ? പിന്നെ, മിക്കവാറും കറണ്ട് കട്ടായതുകൊണ്ട് ഞാൻ ടെറസിലല്ലേ കിടപ്പ്. ആ, അവിടെ കിടന്ന് മുകളിലോട്ട് നോക്കണം. ഗുരു, ഞാൻ അപ്പുറത്തെ വീട്ടിലേക്കാ നോക്കാറ് പതിവ്. വൃത്തികെട്ടവനെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അങ്ങനെ കിടന്ന് മുകളിലേക്ക് നോക്കുമ്പോ കാണാം കാക്ക കാഷ്ടിക്കുന്നതല്ലേ. ശുംഭ, രാത്രി ഏത് കാക്ക? ഓ ശരി. അപ്പോ അങ്ങനെ നോക്കുമ്പോ നമുക്ക് കാണാം കോടാനുകോടി നക്ഷത്രങ്ങൾ, ഈ പ്രപഞ്ചം. അതിനിടയിലെ ഏതോ ഒരു ചെറിയ നക്ഷത്ര സമൂഹത്തിലെ ഒരു ചെറിയ ഗ്രഹത്തിലെ, ഒരു ചെറിയ ഭൂഖണ്ഡത്തിലെ, ഒരു ചെറിയ രാജ്യത്തെ, ഒരു ചെറിയ സംസ്ഥാനത്തെ, ഒരു ചെറിയ ജില്ലയിലെ, ഒരു ചെറിയ വീട്ടിലെ ടെറസിൽ കിടക്കുന്ന 2 ചെറുജീവികളായ നമ്മൾ, ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഒരു ശക്തി, അതുണ്ടോ ഇല്ലയോ എന്ന് ശക്തിയുക്തം തർക്കിക്കുന്നത് പോലെ ഒരു മണ്ടത്തരം വേറെ ഉണ്ടോ ശിഷ്യ? അതിനൊന്നും തർക്കിക്കരുത്. അനുഭവം കൊണ്ട് അറിയുകയാണ് വേണ്ടത്. അയ്യോ, എന്റെ അമ്മോ! ശിഷ്യൻ നിലവിളിച്ചു. എന്താടാ, നിനക്ക് ഭൂതോദയം ഉണ്ടായോ? ശിഷ്യൻ ചോദിച്ചു. സ്വർഗത്തിലെ കട്ടുറുമ്പുണ്ട്, അതെനിക്കറിയാം. പക്ഷെ നരകത്തിലും ഉണ്ടോ? എന്താ കാര്യം? അല്ല, എന്നെ ഇപ്പോ ഒരു കട്ടുറുമ്പ് കടിച്ചു. ഓഹോ, അപ്പൊ എന്റെ വീട് നിനക്ക് നരകമാണല്ലേ? അടക്കുപുറത്ത്, നിനക്കൊരാഴ്ചത്തേക്ക് സസ്പെൻഷൻ. കേൾക്കാത്ത താമസം ശിഷ്യൻ എണീറ്റ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പെട്ടിയും എടുത്ത് പുറത്തേക്കോടി. എന്നിട്ട് വാതിലിന് പുറത്തു നിന്ന് പറഞ്ഞു, ദൈവമുണ്ട് ഗുരു, ദൈവമുണ്ട്. ഒരാഴ്ച എന്നെ സ്വതന്ത്രനാക്കിയില്ലേ, ദൈവത്തിന് സ്തുതി. ചാടിയണീറ്റ ഗുരു ചൂലും കൊണ്ട് വരുന്നത് കണ്ട ശിഷ്യൻ ഓടിത്തള്ളി. അത് വകവയ്ക്കാതെ ഗുരു അവിടെയുള്ള ഉറുമ്പുകളെ മുഴുവൻ തൂത്തുവാരി വെളിയിൽ കളഞ്ഞു. ശേഷം പുണ്യാഹം തളിച്ചു.